തുടങ്ങാം. നമ്മൾ പഠിക്കണ ലായനികളെ കുറിച്ചാണ്. ലായനിയുടെ ഇംഗ്ലീഷ് എന്തോന്നാണ്? ഇംഗ്ലീഷ് വേർഡ് സൊല്യൂഷൻ. ലായനി സൊല്യൂഷൻ. രണ്ടോ അതിലധികമോ ഘടക പദാർത്ഥങ്ങൾ ചേർന്ന ഏകാത്മക മിശ്രിതങ്ങളാണ് എന്തോന്ന്? ലായനികൾ. അപ്പം എന്ത് കാണും? രണ്ടോ അതിലധികമോ രണ്ട് സാധനങ്ങളെ ഒന്നിച്ചാക്കിയാലേ എന്താവുള്ളൂ? അല്ലെങ്കിൽ അതിൽ കൂടുതൽ എണ്ണത്തിന് എന്ത് ചെയ്യാം? മിക്സ് ചെയ്യാം. നമ്മൾ എക്സാമ്പിൾ ചായക്കകത്ത് എന്തൊക്കെ മിക്സ് ചെയ്യും? ചായപ്പൊടി, പഞ്ചസാര, പാല് എല്ലാം മിക്സ് ചെയ്യും അല്ലേ? ഹോർലിക്സ് ചായയിലിടൂ. അതാണ് ലായനി. പക്ഷെ പഞ്ചസാര മാത്രമാണ് കലക്കി അവിടെ രണ്ട് സാധനമുള്ളൂ. പഞ്ചസാരയും വെള്ളവും മാത്രമാണ് എടുക്കണമെങ്കിൽ എന്താ ഉള്ളൂ? അതും ലായനി തന്നെ. ചിലപ്പോൾ രണ്ടെണ്ണം മാത്രം മതിയായിരിക്കും, ചിലപ്പോൾ എന്ത് വേണം? കൂടുതൽ സാധനങ്ങൾ വേണം. ഘടകാനുപാതവും ഗുണധർമ്മങ്ങളും മിശ്രിതമുടനീളം ഏകസമാനമായിരിക്കും. ഇത്ര മിശ്രിതങ്ങൾ അറിയപ്പെടുന്നതാണ് ഏകാത്മക മിശ്രിതം. അതായത് ഇതിനകത്തുള്ള ഘടകാനുപാതം നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇതിൽ പഠിച്ച പോലെ പഞ്ചസാരയിൽ നമ്മൾ പറഞ്ഞല്ലോ കാർബണോ ഹൈഡ്രജനോ ഓക്സിജൻ കൊണ്ട് ഇത്ര അനുപാതത്തിലാണ്. അതുപോലെ ഒരു അനുപാതം എല്ലാത്തിലും കാണും. ആ അതിന് ഒരു മിശ്രിതത്തിനകത്ത് അനുപാതത്തിലായിരിക്കും ഓരോന്ന് മിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗുണധർമ്മങ്ങൾ, ഇതിൻ്റെ ധർമ്മങ്ങളും വ്യത്യസ്തമായിരിക്കും. അങ്ങനെ എല്ലായിടത്തും ഒരേപോലത്തെ മിശ്രിതമാണെങ്കിൽ അതിന് എന്തെന്ന് പറയാം? ഏകാത്മക മിശ്രിതം എന്ന് പറയാം. സമജാതീയ സ്വഭാവമുള്ള രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങളുടെ മിശ്രിതമാണ് ലായനികൾ എന്ന് പറയാം. ഒരേ സ്വഭാവമുള്ള രണ്ടോ അതിൽ കൂടുതലോ സാധനങ്ങൾ മിക്സ് ചെയ്തെന്നാണ് എന്തോന്ന്? ലായനി എന്നും പറയാം. ഒരു ലായനിയിൽ ഒരു പദാർത്ഥത്തെ ലയിപ്പിക്കുന്നതാണ് ലായകം. അപ്പോൾ നമ്മളിപ്പോൾ പഞ്ചസാര വെള്ളം നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കാം. അതിൽ ആ വെള്ളത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഞ്ചസാര. അപ്പോൾ ആ വെള്ളത്തിനെയാണ് ഏത് ലായനിയിലാണോ പദാർത്ഥത്തെ ലയിപ്പിക്കുന്നത് ആ ലായനി എന്തെന്ന് പറയാം? ലായകം. ലായകമാണ് ലായനിയുടെ ഭൗതികാവസ്ഥ നിർണ്ണയിക്കുന്നത്. ഭൗതികമായിട്ട് എങ്ങനെ ഇരിക്കണം? അത് ഖരമാണോ ദ്രാവകമാണോ വാതകമാണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? ഈ എന്താണ്? ഈ ലായകം ആണ്. ലായകം സോൾവെന്റ് ആണ് അതിനെ തീരുമാനിക്കുന്നത്. ഇനി ലായനയിൽ ലയിച്ചു ചേരുന്ന പദാർത്ഥം, അതായത് പഞ്ചസാര എന്താന്ന് പറയാം? ലീനം. സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം എന്ന് പറയാം. ലായകം ഒഴികെയുള്ള ഒന്നോ അതിലധികമോ ഘടകങ്ങളെ വിളിക്കുന്നതാണ് ലീനങ്ങൾ. പഞ്ചസാര മാത്രം തന്നെ തേയിലപ്പൊടി ഇടാമല്ലോ, അപ്പം അതും എന്താണ്? ലീനം. അപ്പം ഈ അലിഞ്ഞു ചേരുന്ന ലീനം ഒന്ന് തന്നെ വേണമെന്നില്ല, ഒന്നോ രണ്ടോ ഒക്കെ ചേർക്കാൻ പറ്റും. ഇനി ലീനവും ലായകവും ചേർന്നാണ് എന്തുണ്ടാവുന്നത്? ലായനി ഉണ്ടാവുന്നത്. ലീനവും ലായകവും കൂടെ ചേർന്നിട്ടാണ് ലായനി. ലീനം എന്തിൽ ലയിപ്പിക്കും? ലായകത്തിൽ ലയിപ്പിച്ച് എന്താക്കാം? ലായനി ഉണ്ടാവും. ഒരു ലായനിയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥമാണ് എന്തോ? ലായകം. ലീനമായിരിക്കില്ല, ലായകമായിരിക്കും കൂടുതലുള്ളത്. ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം എന്തോന്നാണ്? ക്രൊമാറ്റോഗ്രഫി. ഒരുപാട് സാധനങ്ങൾ ഒന്നിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനെ വേർതിരിച്ചെടുക്കാൻ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്ന ഇത് ഉപയോഗിക്കുക. അതായത് ഓരോ സാധനത്തിനും എന്തുണ്ടാവും? അബ്സോർപ്ഷൻ്റെ അളവ് വ്യത്യാസമായിരിക്കും അത് വലിച്ചെടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സബ്സ്റ്റൻസിൽ കൂടെ കടത്തിവിട്ട് ഓരോന്നും എന്ത് ചെയ്യും? വേർതിരിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ക്രൊമാറ്റോഗ്രഫി. ഇപ്പം നമുക്കറിയാം പ്ലാന്റ്സിൽ നിന്നൊക്കെയാണ് എന്തോന്ന് എടുക്കണേന്ന്, മരുന്നിനൊക്കെ ആവശ്യമായ സാധനങ്ങൾ എടുക്കണേ, എക്സ്ട്രാക്ട് ചെയ്തെടുക്കണേന്നൊക്കെ നമുക്കറിയാം. അപ്പം അത് ഒരു മെഡിസിനൽ പ്ലാന്റ് എടുത്തിട്ട് അതിന് അവർ പല സാധനത്തിൽ എന്ത് ചെയ്യും? ലയിപ്പിച്ചെടുത്ത് എന്നിട്ട് അതിനകത്തുള്ള സാധനങ്ങൾ, അതിനകത്ത് പല കോമ്പൗണ്ട്സും കാണുമല്ലോ യൂസ്ഫുൾ ആയിട്ടുള്ള, അതിനെയൊക്കെ വേർതിരിച്ചെടുക്കാൻ ഈ ക്രൊമാറ്റോഗ്രഫിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് ഓരോന്നിലും ഇത്ര സ്ഥലത്തെത്തുമ്പോൾ അത് അവിടെ നിന്ന് മാറി വരും എന്നൊക്കെ എന്ത് ചെയ്യും? കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് വേർതിരിച്ച് മാറ്റുകയാണ് ചെയ്യണം. അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത വാതക ലായനികൾക്ക് ഉദാഹരണം. ഇപ്പം ലായനികൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? വാതകത്തിലുണ്ട്, ദ്രാവകത്തിലുണ്ട്, ഖരത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം വാതക ലായനികൾക്ക് ഉദാഹരണമാണ് ഓക്സിജൻ, നൈട്രജൻ വാതകങ്ങളുടെ മിശ്രിതം. നമ്മുടെ അറ്റ്മോസ്ഫിയർ തന്നെ എന്തിനൊരു എക്സാമ്പിളാണ്? വാതക ലായനിക്ക് ഒരു എക്സാമ്പിളാണ്. പലതരം വാതകങ്ങൾ മിക്സ് ചെയ്തിരിക്കുകയല്ലേ അറ്റ്മോസ്ഫിയറിൽ. അതേപോലെ ഓക്സിജനും നൈട്രജനും വാതകങ്ങളുടെ മിശ്രിതം എന്തോന്നാണ്? വാതക ലായനിക്ക് ഉദാഹരണം.
ക്ലോറോഫോം ചേർത്തിട്ടുള്ള നൈട്രജൻ വാതകം. ക്ലോറോഫോം ചേർത്തിട്ടുള്ള നൈട്രജൻ വാതകം എന്തിന് ഉദാഹരണമാണ്? വാതക ലായനി. കർപ്പൂരം ലയിപ്പിച്ച നൈട്രജൻ വാതകം. കർപ്പൂരം സബ്ലിമേറ്റ് ചെയ്ത് നൈട്രജൻ വാതകത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ എന്തായി? അതൊരു മിശ്രിതമാണ് വാതക ലായനിക്ക്. ഇനി ദ്രാവക ലായനിക്ക് ഉദാഹരണം നമുക്കറിയാം, നൈട്രജൻ. ഇനി ദ്രാവക ലായനിക്ക് ഉദാഹരണം ഓക്സിജൻ ജലത്തിൽ ലയിച്ച മിശ്രിതം. ഓക്സിജൻ ജലത്തിൽ ലയിപ്പിച്ച് വെച്ചിരിക്കുന്ന എത്തനോളിൻ്റെ ജലത്തിലുള്ള ലായനി. എത്തനോള് ജലത്തിൽ ചേർത്ത ലായനി. അതായത് എന്തോന്നാണ്, നമ്മളിപ്പം ആൽക്കഹോളിനെ വെള്ളത്തിൽ ഇട്ട് മിക്സ് ചെയ്യൂലേ, അത്. ഇനി ഗ്ലൂക്കോസിനെ ജലത്തിലുള്ള ലായനി, അത് പഞ്ചസാര ജലമെന്നും പറയാം. ഗ്ലൂക്കോസ് വെള്ളത്തിൽ ലയിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഖരലായനികൾക്ക് ഉദാഹരണം ഹൈഡ്രജൻ്റെ പലേഡിയത്തിലുള്ള ലായനി. ഹൈഡ്രജനെ പലേഡിയത്തിൽ ലയിപ്പിച്ചാൽ എന്താണ്? ഖരലായനി. രസവും സോഡിയവും ചേർന്ന അമാൽഗം. നമുക്ക് മെർക്കുറി അമാൽഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് മെർക്കുറിയും സോഡിയവും ചേർന്നതാണ് അമാൽഗം. അടുത്ത ചെമ്പിൻ്റെ സ്വർണ്ണത്തിലുള്ള ലായനി. ചെമ്പും സ്വർണവും കൂടെ ചേർന്നല്ലേ നമ്മൾ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കണം. അതും എന്തിൻ്റെ? ഖര ലായനിക്ക് ഒരു ഉദാഹരണമാണ്. ഇനി ലായനിയുടെ ഗാഢത. എല്ലാത്തിനും ഒരു കോൺസെൻട്രേഷൻ കാണുമല്ലോ, അതാണ് ഗാഢത എന്ന് ഉദ്ദേശിക്കുന്നത്. ലായനിയുടെ ഗാഢത, അതായത് ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവാണ് എന്തോന്ന്? ലായനിയുടെ ഗാഢത. എത്ര പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഉള്ളതനുസരിച്ച് എന്ത് ചെയ്യും? ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടി, പഞ്ചസാര കോൺസെൻട്രേഷൻ കൂടുകയും കുറയുകയും ചെയ്യുമല്ലോ. കുറച്ച് ഒരു അല്പം ഇട്ടിട്ടുള്ളെങ്കിൽ കുറവായിരിക്കും. ഒരുപാട് തട്ടി കലക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നല്ല ഇതായിരിക്കും. അതാണ് എത്ര ലീനം ചേർത്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഗാഢത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലീനത്തിൻ്റെ അളവാണ് എന്തോന്ന്? ലായനിയുടെ ഗാഢത. ഇനി ലീനത്തിൻ്റെ അളവ് കുറഞ്ഞ ലായനി എന്ത് ലായനിയായിരിക്കും? നേർത്ത ലായനിയും അളവ് കൂടിയത് ഗാഢലായനിയായിരിക്കും. കുറഞ്ഞത് നേർത്തവും കൂടിയത് ഗാഢലായനി. ഈ ലായനിയിലെ കുറഞ്ഞ അളവിലുള്ള ഘടകം എപ്പോഴും എന്തായിരിക്കും? ലീനമായിരിക്കും അല്ലേ ഏറ്റവും കുറവ്. കൂടുതലുള്ളത് ലായകമായിരിക്കും. പക്ഷെ ജലീയ ലായനി, ജലം ചേർത്തിട്ടുള്ള ലായനിയിൽ ജലം ഏതളവിലായാലും ജലം തന്നെയാണെന്ന് തോന്നുന്നു ലായകം. ഇനി ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. അതായത് ചൂട് കൂട്ടാതെ എന്ത് ചെയ്യാണ്? വെറുതെ നിശ്ചിത താപനിലയിൽ ഇരിക്കുകയാണ്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? പരമാവധി പഞ്ചസാരയിട്ട് കലക്കി, എന്ന് വെച്ചാൽ അലിഞ്ഞു ചേരണം. അങ്ങനെ കലക്കി വെച്ചിരിക്കുന്നതിനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ പൂരിത ലായനി. പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥ, അതായത് വെറുതെ ഇട്ടിട്ടേ ഉള്ളൂ എങ്കിൽ അതെന്താണ്? ആ പൂരിത ലായനി. എന്താണ്? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നോർമൽ നമ്മളിപ്പോൾ വെറുതെ വെച്ചേക്കണ വെള്ളത്തിനകത്ത് പഞ്ചസാര ഇടുന്നു, കലക്കുന്നു. കലക്കി ഫുള്ളും കലങ്ങി തീരുമല്ലോ, അതാണ് പൂരിത ലായനി. ഫുള്ളും കലങ്ങി തീർന്ന് നോർമലായിട്ടിരിക്കും. ഇനി വെറുതെ ഞാൻ ആദ്യം ഗ്ലാസ്സിൽ പഞ്ചസാര ഇട്ട അവസ്ഥയുണ്ടല്ലോ, അതാണ് ആ പൂരിത ലായനി. ഇനി പൂരിതമാകാൻ ആവശ്യമില്ല വെച്ചാൽ കലക്കി കുറേ ഇട്ടു, കലക്കി ഒരു പരിധി കഴിയുമ്പോൾ എത്ര കലക്കിയാൽ എന്ത് ചെയ്യൂല? കലങ്ങൂല. മാക്സിമം അത് കലങ്ങി കഴിഞ്ഞു. അങ്ങനെയുള്ള അവസ്ഥയാണ് ആ അതിപൂരിത ലായനി. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അതിപൂരിത ലായനി. അതായത് മാക്സിമം അലിഞ്ഞു, ഇനി അലിയാൻ പറ്റൂല, അതിനുള്ള ആവശ്യം കഴിഞ്ഞു. ഒരു ലായനിയിലെ ലീനത്തിൻ്റെയും ലായകത്തിൻ്റെയും തോത് തുല്യമായാൽ അത്തരം ലായനികളാണ് ഐസോട്ടോണിക് ലായനി. ഏതിലാണോ ലായനിയിലെ ലീനത്തിൻ്റെയും ലായകത്തിൻ്റെ അളവ്, അതായത് സോൾവെൻറ്റിൻ്റെയും സൊല്യൂട്ടിൻ്റെ അളവ് ഈക്വലായിട്ട് എടുക്കുന്നത്, അതിനെന്തോന്ന് പറയാം? ഐസോട്ടോണിക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഐസോട്ടോണിക് ലായനി എന്ന് പറയാം. അല്ലേ? ഇനി ഈ നമ്മൾ പറഞ്ഞല്ലോ ലീനത്തിൻ്റെ അളവിനനുസരിച്ച് ലായനിയുടെ ഗാഢത മാറുമെന്ന്. ഈ ഗാഢത പറയാൻ പലതരത്തിലുള്ള അളവുകളുണ്ട്. അതിലൊന്നാമത്തതാണ് മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജ്. പിന്നെ വോളിയം പെർസെൻറ്റേജ്. എങ്ങനെയും പറയും? വ്യാപ്ത ശതമാനം. മാസ് പ്രതി വ്യാപ്ത ശതമാനം, അതായത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് മലയാളത്തിൽ എങ്ങനെ പറയും? മാസ് പ്രതിവ്യാപ്ത ശതമാനം. അടുത്ത് പാർട്സ് പെർ മില്യൺ. നമ്മൾ നേരത്തെയൊക്കെ കേട്ടിട്ടുള്ളതാണ് പാർട്സ് പെർ മില്യൺ. അതിൻ്റെ മലയാള വാക്ക് പ്രതിദശലക്ഷാംശം. പ്രതിദശലക്ഷാംശം. ഇനി മോൾ ഭിന്നം. മോൾ ഭിന്നത്തിന് എങ്ങനെ പറയാം? മോൾ ഫ്രാക്ഷൻ. പിന്നെ മൊളാരിറ്റി ഇത്രയാണ്. അപ്പൊ മൊളാരിറ്റി ഇതെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഗാഢതയെ സൂചിപ്പിക്കുന്നത്.
ലായനിയുടെ ഗാഢത. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത് മാസ് പെർസെൻറ്റേജ്. ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണ് മാസ് പെർസെൻറ്റേജ്. ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണ് മാസ് പെർസെൻറ്റേജ്. അതായത് നമുക്കറിയാം ഒരു ലായനിയിൽ എത്രയോ ലീനം ചേർത്തിട്ടുണ്ട്, ആ ലയിച്ചേർന്ന അതിൻ്റെ അളവുണ്ടല്ലോ, അതിനെ പെർസെൻറ്റേജിൽ പറഞ്ഞാൽ എന്തുവാണത്? മാസ് പെർസെൻറ്റേജ്. എളുപ്പമല്ലേ? ആ അളവിനെ മാസ് പെർസെൻറ്റേജിൽ പറഞ്ഞാൽ. അപ്പോൾ അതിനൊരു ഫോമുലയുണ്ട്. മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ലീനത്തിൻ്റെ മാസ്, എടുത്ത ലീനത്തിൻ്റെ അളവ് 50 ഗ്രാം ആണെങ്കിൽ 50 ഗ്രാം, അത് ബൈ ലായനിയുടെ മാസ്, ഈ കലക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100. എന്താണ് പെർസെൻറ്റേജ് ആക്കുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ. ലീനത്തിൻ്റെ മാസ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100. അത്രയേ ഉള്ളൂ. അടുത്ത വ്യാപ്ത ശതമാനം. ദ്രാവക ഘടകങ്ങൾ ചേർന്ന ലായനികളുടെ ഗാഢത സൂചിപ്പിക്കാനാണ് ഈ രീതി ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ്, ദ്രാവക രൂപത്തിൽ ഇരിക്കണതിൻ്റെ വെയിറ്റ് ഒക്കെ എടുക്കാൻ പാടല്ലേ, അപ്പോൾ എന്ത് ചെയ്യും? വ്യാപ്ത ശതമാനം ഉപയോഗിക്കും. ദ്രാവക ഘടകങ്ങൾ ചേർന്ന ലായനിയുടെ ഗാഢത സൂചിപ്പിക്കാനാണ് ഈ രീതി ഉപയോഗിക്കുന്നത്. ഏത് രീതി? വ്യാപ്ത ശതമാനം. അപ്പോൾ ഒരു ഘടകത്തിൻ്റെ വ്യാപ്ത ശതമാനം കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഘടകത്തിൻ്റെ വ്യാപ്തം, നമ്മൾ എടുക്കുന്ന ആ ഒഴിക്കുന്ന സാധനമില്ലേ, ലീനമായിട്ട് എടുക്കുന്നതിൻ്റെ വ്യാപ്തം എടുക്കണം. ലായനിയുടെ ഫുൾ വ്യാപ്തം എടുക്കുക, വോളിയം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഘടകത്തിൻ്റെ വ്യാപ്തം ബൈ ലായനിയുടെ ആകെ വ്യാപ്തം ഇൻറ്റു 100. അതാണ് വ്യാപ്ത ശതമാനം. ഓക്കെ. അടുത്ത മാസ് പ്രതിവ്യാപ്ത ശതമാനം. മാസ് പ്രതിവ്യാപ്ത ശതമാനം എന്താണ്? മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. അപ്പം അതിൽ നിന്ന് തന്നെ കിട്ടും മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഔഷധങ്ങളിലും ഔഷധ വിദ്യയിലും പൊതുവേ ഉപയോഗിക്കുന്ന ഏകകമാണ് എന്തോന്ന്? മാസ് ബൈ വോളിയം. നമ്മളിപ്പോൾ സിറപ്പിൻ്റെയൊക്കെ കുപ്പി അല്ലെങ്കിൽ ആയുർവേദ മരുന്നായ അരിഷ്ടത്തിൻ്റെയൊക്കെ കുപ്പി എടുക്കുമ്പോൾ അതിൻ്റെ പുറകെ എഴുതിയിട്ടുണ്ട് 100 ml ഇത്രയും സാധനങ്ങളുണ്ടെന്നും പറഞ്ഞ് കുറേ വരയിട്ട് പോയിൻ്റ് ഇട്ട് അളവൊക്കെ എഴുതിയിരിക്കും. നോക്കി അറിയാം. സിറപ്പിൻ്റെയൊക്കെ ബോട്ടിലില്ലേ, കുഞ്ഞുകുട്ടിയൊക്കെ കൊടുക്കണം, അതിൻ്റെയൊക്കെ ബാക്കിൽ 100 ml ഇത്ര സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് 0.045 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കും കുറേ സാധനങ്ങളെ പേര്. അതാണ് ഈ മാസ് വ്യാപ്ത ശതമാനം കൊണ്ട് ഉപയോഗിക്കുന്നത്. അതായത് 100 ml ലായനിയിൽ ലയിച്ച് ചേർന്നിട്ടുള്ള ആ ലീനത്തിൻ്റെയൊക്കെ മാസിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിച്ചതായി മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇല്ല, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം മാത്രമേ ഉള്ളൂ. അതായത് 100 ml എത്ര ലീനങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അടുത്ത പ്രതി ദശലക്ഷാംശം അല്ലെങ്കിൽ പാർട്സ് പെർ മില്യൺ. അതിൽ നിന്ന് തന്നെ കിട്ടും പാർട്സ് പെർ മില്യൺ. മില്യണിൽ എത്ര പാർട്ടാണ്? അതായത് ലീനത്തിൻ്റെ അളവ് തീരെ കുറവായിരിക്കുമ്പോൾ, തീരെ കുറഞ്ഞ അളവിലെ ലീനം ചേർക്കുന്നുള്ളൂ എങ്കിൽ ദശലക്ഷാംശം, അതായത് മില്യൺ പാർട്ടിൽ ppm എന്ന് പറഞ്ഞ് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ppm അളവിൽ, അതായത് ഒരു ദശലക്ഷം എടുക്കുമ്പം അതിനകത്ത് എത്ര പാർട്ടുകളുണ്ട്, എത്ര ലീനങ്ങളുണ്ട്, അതാണ് ഈ ഗാഢതയാണ് അതിൽ സൂചിപ്പിക്കുന്നത്. കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ്. നമുക്ക് കുടിവെള്ളത്തിൽ ഇത്ര ക്ലോറിനേ പാടുള്ളൂ. എത്ര ക്ലോറിനേ പാടുള്ളൂ? 4 ppm ക്ലോറിനെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കുടിക്കുന്ന വെള്ളത്തിൽ പാടുള്ളൂ. ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം, അതായത് 1 മില്യൺ ഭാഗങ്ങളാക്കിയാൽ അതിൽ എത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുന്ന അളവാണ് എന്തോന്ന്? പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ ppm. ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ അതിൽ എത്ര ഭാഗമാണ് ലീനം എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാർട്സ് പെർ മില്യൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫോർമുലയായിട്ട് പറഞ്ഞാൽ ഒരു ഘടകത്തിൻ്റെ പാർട്സ് പെർ മില്യൺ ഈസ് ഈക്വൽ ടു ഘടകത്തിൻ്റെ അംശങ്ങളുടെ എണ്ണം, ഘടകങ്ങളുടെ അംശങ്ങളുടെ എണ്ണം, അതായത് ലീനത്തിൻ്റെ അംശങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ലായനിയിലെ എല്ലാ ഘടകങ്ങളുടെ ആകെ അംശങ്ങളുടെ എണ്ണം, എല്ലാ ഘടകങ്ങളുടെ ആകെ അംശങ്ങളുടെ എണ്ണം ഇൻറ്റു 10⁻6 ആണ്. കാരണം ദശലക്ഷം അല്ലേ, 10⁻6, 10 ലക്ഷം അല്ലേ, ദശലക്ഷം അല്ലേ, 10⁻6 ആകുമ്പം 10⁻5 അല്ലേ ലക്ഷം. ഇനി മോൾ ഭിന്നം. എന്താണ് മോൾ ഭിന്നം? മോൾ ഭിന്നത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രതീകം സ്മോൾ x ആണ്.
അപ്പം ഒരു ഘടകത്തിൻ്റെ മോൾ ഫിന്നോ എന്ന് പറയുന്നത് ഘടകത്തിൻ്റെ മോളുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എല്ലാ ഘടകങ്ങളുടെയും കൂടെ ആകെ മോളുകളുടെ എണ്ണം. നമ്മളിപ്പോൾ പറഞ്ഞ സാധനങ്ങൾ തന്നെ എന്തിലോട്ട് ആക്കിയിരിക്കുന്നു? നമ്മളിപ്പോൾ ലീനത്തിന് എടുത്തിട്ട് അതിൽ എത്ര മോളുണ്ട് അത് ബൈ മൊത്തം ആ ലായനിയിൽ എത്ര മോളുകളുടെ എണ്ണം, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ലായനികളുടെ ബാഷ്പമർദ്ദം പോലെയുള്ള ചില ഭൗതിക ഗുണങ്ങളെ ലായനിയുടെ ഗാഢതയുമായി ബന്ധപ്പെടുത്താൻ എന്തുപയോഗിക്കും? മോൾ ഫിന്നോ ഉപയോഗിക്കും. ബാഷ്പമർദ്ദം പോലെ, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പോലെയുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറല്ല, പ്രഷർ പോലെ ഉള്ള സാധനങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഭൗതിക ഗുണങ്ങളെ സൂചിപ്പിക്കാനാണ് സാധാരണ എന്തുപയോഗിക്കുന്നത്? ഈ മോൾ ഫിന്നം ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വാതക മിശ്രിതങ്ങൾ സംബന്ധിച്ച കണക്കുകൂട്ടലുകളും ഇത് വളരെ ഉപയോഗപ്രദമാണ്. നമ്മൾ വാതക നിയമമൊക്കെ അനുസരിച്ചുള്ള ആ കണക്കൂട്ടലൊക്കെ നടത്തൂലേ, അതുപോലെ വാതക മിശ്രിതങ്ങളുടെയൊക്കെ കണക്കൂട്ടൽ നടത്തുമ്പം ഈ മോൾ ഫിന്നോ ഉപയോഗിച്ച് കണക്കൂട്ടുന്നതാണ് കൂടുതൽ എളുപ്പം. കാരണം നമ്മൾ ദ്രാവകത്തിലുള്ള പറഞ്ഞു എന്തുവാണ് വ്യാപ്ത ശതമാനം കണ്ടുപിടിക്കണമെന്നും, ഖരത്തിലുള്ളത് പറഞ്ഞല്ലോ എന്തുവാണ് മാസ് പെർസെൻറ്റേജ് ഒക്കെ. അപ്പോൾ അതിലും വാതകത്തിലുള്ള അളവിലൊക്കെ എന്ത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം? മോൾ ഫിന്നോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇനിയുള്ള രണ്ട് ടേംസാണ് മൊളാരിറ്റിയും മൊളാലിറ്റിയും. അപ്പോൾ മൊളാരിറ്റി RITY എന്തുവാണ്? 1 ലിറ്റർ ലായനിയിൽ ലയിച്ച് ചേർന്നിട്ടുള്ള ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണത്തെ ആ ലായനിയുടെ മൊളാരിറ്റി എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? 1 ലിറ്റർ ലായനി, 1 ലിറ്ററിൻ്റെ ബോട്ടിൽ എടുത്തു, ലായനി നിറച്ചു, ആ ലായനിയിൽ എത്ര ലീനം ചേർന്നിട്ടുണ്ട്, ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണത്തെയാണ് എന്തോന്ന് പറയുന്നത്? അതിൻ്റെ മൊത്തത്തിലുള്ള മൊളാരിറ്റി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ M കൊണ്ടാണ് മൊളാരിറ്റി സൂചിപ്പിക്കുന്നത്. അപ്പോൾ മൊളാരിറ്റി ക്യാപിറ്റൽ M = ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ലായനിയിലെ ലിറ്ററിലുള്ള വ്യാപ്തം. ലായനിയുടെ ലിറ്ററിലുള്ള വ്യാപ്തം. ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം ബൈ ലായനിയുടെ ലിറ്ററിലുള്ള വ്യാപ്തം. അടുത്ത മൊളാലിറ്റി എന്താണ്? 1 കിലോഗ്രാം, മറ്റേത് 1 ലിറ്റർ ആയിരുന്നു, ഇതെന്തോന്നാണ്? 1 കിലോഗ്രാം ലായകത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ലായകത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണമാണ് എന്തോന്ന്? മൊളാലിറ്റി, അതായത് M. ഇപ്പോൾ സ്വർണവും ചെമ്പും എന്ന് പറയുമ്പം സ്വർണം എന്താണ്? ലായകം, അതിലല്ലേ ചെമ്പ് ചേർക്കുന്നത്, ചെമ്പ് ലീനം. അപ്പോൾ 1 കിലോഗ്രാം സ്വർണത്തിൽ എത്ര ചെമ്പാണ് ചേർത്തിരിക്കുന്നത് എന്നുള്ള അതിൻ്റെ ചെമ്പിൻ്റെ മോളുകളുടെ എണ്ണമാണ് എന്തോന്ന് പറയാം? മൊളാലിറ്റി സൂചിപ്പിക്കുന്ന സ്മോൾ M കൊണ്ടാണ്. മൊളാലിറ്റി സ്മോൾ M = ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം ബൈ കിലോഗ്രാമിലുള്ള ലായകത്തിൻ്റെ പിണ്ഡം, മാസ്. ഇതാണ് മൊളാലിറ്റി. ഇനി ഇതിലെങ്കിൽ സംശയം ഉണ്ടോ? ഇല്ല. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ലയത്വം അല്ലെങ്കിൽ സോലിബിലിറ്റി അല്ലെങ്കിൽ ലയത്വം. ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവാണ് ആ ലീനത്തിൻ്റെ ലയത്വം. ഒന്നുകൂടെ, ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവാണ് ആ ലീനത്തിൻ്റെ ലയത്വം. സൗണ്ടാണ് ലയത്വം. അതായത് ഞാൻ 100 ഗ്രാം ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഞാൻ എന്തിടുന്നു? ലീനം ഇടുന്നു. ലീനം ഇട്ട് അതിനെ ലയിപ്പിച്ച് എന്നുവെച്ചാൽ നമുക്ക് ഓവറായിട്ട് പൊടി തിരിച്ച് കിട്ടാൻ പാടില്ല, കറക്റ്റായിട്ട് എല്ലാം നന്നായിട്ട് അലിഞ്ഞ് ചേരുന്നവരെ ഇടാമല്ലോ. അതാണ് പൂരിത ലായനി. അപ്പോൾ ആ പൂരിത ലായനി ആവാൻ വേണ്ടി എത്ര ലീനം ഞാൻ ഇട്ടു, അതാണ് ആ അളവാണ് എന്തോന്ന്? ആ ലീനത്തിൻ്റെ ആ ഇടുന്ന പൊടിയുടെ എന്തോന്നാണ്? ലയത്വം. പിടികിട്ടിയ? അപ്പം 100 ഗ്രാം ജലം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഞാൻ പഞ്ചസാര ഇടുന്നു. അളന്നാണ് ഇടണേന്ന് വെച്ചോ, ഗ്രാം അളന്നാണ് ഇടുന്നത്. അപ്പം ഞാൻ അതിലോട്ട് ഒരു 20 ഗ്രാം പഞ്ചസാര ഇട്ടപ്പം കറക്റ്റായിട്ട് അലിഞ്ഞിരിക്കുകയാണ്. അതിൽ കൂടുതലിട്ട് എന്ത് ചെയ്യും? അലിയൂല, അതിപൂരിത ലായനിയായിട്ട് മാറുമെങ്കിൽ കറക്റ്റായിട്ട് അലിഞ്ഞ് ചേരുന്ന ആ 20 ഗ്രാമാണ് അതിൻ്റെ എന്തോന്ന്? ലയത്വം. ആരുടെ ലയത്വം? ലീനത്തിൻ്റെ, അതായത് പഞ്ചസാരയുടെ ലയത്വം. അതാണ് എന്താണ്? സോലിബിലിറ്റി അല്ലെങ്കിൽ ലയത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ലേയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇതിനെന്തൊക്കെ സ്വാധീനിക്കും? ലീനത്തിൻ്റെയും ലായത്തിൻ്റെയും സ്വഭാവം, താപനില, മർദ്ദം, ഇതൊക്കെ എന്ത് ചെയ്യും? സ്വാധീനിക്കും. കാരണം ഞാൻ ഇതിന് കുറച്ചുകൂടെ ചൂടാക്കിയാൽ ചിലപ്പോൾ എനിക്ക് 2-3 സ്പൂൺ പഞ്ചസാരയും കൂടെ അതിൽ ലയിപ്പിക്കാൻ പറ്റും. അപ്പം അല്ല പ്രഷർ കൂട്ടിയാലും എന്ത് ചെയ്യാം? ചിലപ്പോൾ ലയിപ്പിക്കാൻ പറ്റും. അപ്പം അതാണ് പറയുന്നത്, ലീനത്തിൻ്റെയും ലായത്തിൻ്റെയും സ്വഭാവവും താപനിലയും മർദ്ദവും ഒക്കെ എന്ത് ചെയ്യും? ഇതിനെ എഫക്റ്റ് ചെയ്യും. ഈ വെള്ളം തന്നെ ആദ്യം ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ അലിയിക്കാൻ പറ്റും അല്ലേ? അതുപോലെ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ലയിക്കണം എങ്ങനെയാണെന്ന് വെച്ചോ, ഇപ്പോൾ വെള്ളത്തിലാണ് ലയിക്കണമെന്ന് വെച്ചോ, വെള്ളത്തിന് നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്, മോളിക്യൂൾസ് ഇരിക്കുന്ന കുറേ ദൂരങ്ങളിലാണ്. അപ്പോൾ നമ്മളിതിലിട്ട് ലയിപ്പിക്കുമ്പം ഈ ഇല്ലാത്ത സ്പേസ് ഇല്ലേ, അവിടെയാണ് ആ ലയിക്കണേൻ്റെ മോളിക്യൂൾസ് കയറിയിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ മാക്സിമം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് അലിയാതിരിക്കുന്നത്. അതാണ് ആ ഒരു കോൺസെപ്റ്റ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? ഇത് കുറച്ചുകൂടെ സ്ഥലം കിട്ടും, അവിടെ കുറച്ചുകൂടെ കയറാൻ പറ്റും, അപ്പോൾ കുറച്ചുകൂടെ ലയിക്കും. ഇനി ഒരു മുമ്പ് ചോദിച്ച PQ ക്വസ്റ്റ്യൻ ആണേ. ഖരലായനിക്ക് യോജിച്ചത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കർപ്പൂര നൈട്രജൻ ലയിച്ചത്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടാണ്. കർപ്പൂര നൈട്രജൻ ലയിച്ചത് എന്തിന് എക്സാമ്പിളായിരുന്നു? വാതകത്തിന് എക്സാമ്പിളായിരുന്നു. അടുത്ത വെള്ളത്തിൽ ഗ്ലൂക്കോസ് ലയിച്ചത് ദ്രാവകത്തിന്. കോപ്പർ സ്വർണത്തിൽ ലയിച്ചത് അത് ഖരലായനിയാണല്ലോ. അടുത്ത വെള്ളത്തിൽ എത്തനോൾ ലയിച്ചത് ദ്രാവക ലായനി. അപ്പൊ നമുക്ക് മനസ്സിലായി ഖരലായനിക്ക് എക്സാമ്പിൾ ഏതാണ്? കോപ്പർ സ്വർണത്തിൽ ലയിച്ചത്. ഇനി ഖരപദാർത്ഥത്തിന് ദ്രാവകത്തിലുള്ള ലയത്വം. ഖരപദാർത്ഥം ദ്രാവകത്തിലുള്ള ലയത്വം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. അത് ജലത്തിൽ നന്നായി ലയിക്കുന്ന ഖരപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? സോഡിയം ക്ലോറൈഡ്, നമ്മുടെ ഉപ്പ്, പഞ്ചസാര, അതൊക്കെയാണ്. ജലത്തിൽ നന്നായി ലയിക്കാത്ത ഖരപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? നാഫ്തലീനും ആന്ത്രസീനും ഒക്കെയാണ്. നമ്മളൊരു പാറ്റ ഗുളികയുടെ വെള്ളത്തിൽ കലക്കിയ കലങ്ങോ? ഇല്ല. നമ്മളിപ്പോൾ കർപ്പൂരം ഇട്ട് കലങ്ങൂല. അപ്പം നാഫ്തലീനും ആന്ത്രസീനും ഒക്കെ പക്ഷേ ഏതിൽ കലങ്ങും? അത് വേറൊരു ലായനിയായ എന്തിലാണ്? ബെൻസീൻ പോലെയുള്ള ലായനികളിലൊക്കെ എന്ത് ചെയ്യും? അത് അലിയാറുണ്ട്. നാഫ്തലീനും ആന്ത്രസീനും ബെൻസീനിൽ ലയിക്കുന്നു. സോഡിയം ക്ലോറൈഡ് പഞ്ചസാര എന്തിൽ ലയിക്കൂല? ബെൻസീനിൽ ലയിക്കൂല, ലയിക്കും. ധ്രുവീയ ലീനങ്ങൾ, പോളാർ സൊല്യൂട്ട്സ് ധ്രുവീയ ലായകങ്ങളിൽ മാത്രമേ ലയിക്കാറുള്ളൂ. ഇനി ഒരു ലീനം ലായകത്തിൽ ലയിക്കണമെങ്കിൽ രണ്ടിലുമുള്ള തന്മാത്ര അന്തരബലങ്ങൾ ഒരുപോലെ ആയിരിക്കണം. ഇതിൽ ലയിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള തന്മാത്ര അന്തരബലങ്ങൾ, അതിനകത്ത് എന്തുണ്ട്? ബലങ്ങളുണ്ട്. ഒരു തന്മാത്രയ്ക്കകത്ത് പലതരത്തിലുള്ള ഫോഴ്സുകളുണ്ട്. നമ്മളത് പിന്നെ എപ്പോഴെങ്കിലും ആ പോഷൻ വരുമ്പോൾ പറയാം. അപ്പം അത് ഈക്വൽ ആയിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ലായകത്തിൽ ലയിക്കാൻ ലായകത്തിൻ്റെയും ബലങ്ങൾ ഒരേപോലെ ആയിരിക്കണം, എങ്കിലേ എന്ത് ചെയ്യുള്ളൂ? അതിനകത്ത് ലയിക്കുകയുള്ളൂ. ഒരു ഖരലീനം ലായകത്തിലേക്ക് ചേർക്കുമ്പോൾ കുറച്ച് ലീനം ലയിക്കുകയും ലായനിയിലെ അതിൻ്റെ ഗാഢത കൂടുകയും ചെയ്യും. ഈ പ്രക്രിയയെ പറയുന്നതാണ് ലയനം. അതായത് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുമ്പം ആദ്യം കുറേ കഴങ്ങും, കുറച്ച് എന്ത് ചെയ്യും? അലിയാതെ ഇരിക്കും. അപ്പോൾ അതനുസരിച്ച് ഇത് എത്ര ചേർക്കുന്നു അതിനനുസരിച്ച് ഗാഢത കൂടും, നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ഒരു പ്രക്രിയ ഒറ്റ വാക്കി പറയുന്നതാണ് ലയനം. ലായനിയിലുള്ള കുറച്ച് ലീനകണങ്ങൾ ലയിക്കാതെ കിടക്കുന്ന ഖരലീനകണങ്ങളുമായി കൂട്ടിയിടിക്കുകയും ലായനിയിൽ നിന്നും വേർതിരിക്കപ്പെട്ട് ഖരാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇതാണ് എന്തോന്ന്? ക്രിസ്റ്റലീകരണം. ചില എക്സ്പെരിമെൻ്റൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇത് തിരിച്ച് ഖരപദാർത്ഥമായിട്ട് മാറും. അതെന്തിന് എക്സാമ്പിളാണ്? ക്രിസ്റ്റലീകരണത്തിന് എക്സാമ്പിളാണ്. ഖരപദാർത്ഥമായിട്ട് അലിയാതെ എന്ത് ചെയ്യും? ഇതിൽ തട്ടി വീണ്ടും ഖരങ്ങളായിട്ട് മാറി അതിലോട്ട് തന്നെ കിടക്കും. അതാണ് ക്രിസ്റ്റലീകരണം. ഇനി ഒരു ഘട്ടത്തിൽ ലയനവും ക്രിസ്റ്റലീകരണവും ഒരേ നിരകത്തിലെത്തും. അലിയുന്ന അവസ്ഥയും തിരിച്ച് ക്രിസ്റ്റലാവുന്ന അവസ്ഥയും ഒരേപോലെ എത്തും. ഇത്തരം സാഹചര്യങ്ങളിൽ ലയത്തിന് വിധേയമാവുന്ന ലീനകണങ്ങളുടെ എണ്ണവും ക്രിസ്റ്റലീകരിക്കപ്പെടുന്ന ലീനകണങ്ങളുടെ എണ്ണം തുല്യമാവുകയും ഇതൊരു സന്തുലിതത്തിലെത്തും. അതാണ് ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേർന്നു എന്നും പറയാം. ഇത് സാധാരണ ഉള്ള പഞ്ചസാരയും ജലത്തിൻ്റെയും കാര്യമല്ല. അതല്ലാതെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള സൊല്യൂഷൻ്റെ കാര്യങ്ങളാണ് ഈ പറയണത്. ഒരു പരിധി കഴിയുമ്പം ലയിക്കണ അവസ്ഥയും ഈക്വലാവും, തിരിച്ച് ഇങ്ങോട്ട് ക്രിസ്റ്റലാക്കുന്ന അവസ്ഥയും ഈക്വലാവും. അതിനാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി പൂരിത ലായനി, അപൂരിത ലായനി എന്തുവാണ്? ഒരു പ്രത്യേക താപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന ഇത്തരം ലായനികളിൽ വീണ്ടും കൂടുതലായി ലീനത്തെ ലയിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളതാണ് എന്തോന്ന്? പൂരിത ലായനി.
നിർദ്ദിഷ്ട സാഹചര്യങ്ങളിൽ വീണ്ടും വീണ്ടും ലീനത്തിൽ ലയിപ്പിക്കാൻ കഴിയുന്ന ലായനി എന്തെന്ന് പറയാം? അപൂരിത ലായനി. പിന്നെ ഇത് രണ്ടുമാണ്. അത് മനസ്സിലായല്ലോ. അടുത്ത താപനിലയുടെ സ്വാധീനം. നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ചൂട് കൂട്ടി എന്ത് ചെയ്യും? ലയിക്കുന്ന അളവ് കൂടും. താപനിലയുടെ സ്വാധീനം. ഒരു ഏകദേശ പൂരിത ലായനിയിൽ ലയന പ്രക്രിയ താപശോഷകമാണെങ്കിൽ, അതായത് താപനില കൂടുന്നതിനനുസരിച്ച് ലയത്വം കൂട്ടണം, അല്ലേ? താപനില കൂടുന്നതിന് ലയത്വം കൂടും. താപമോചകമാണെങ്കിൽ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചില സൊല്യൂഷനിൽ നമ്മളൊരു സാധനം കലക്കുമ്പോൾ എന്ത് ചെയ്യും? പുറത്തോട്ട് ചൂട് വരുന്നതായിട്ട് നമുക്ക് തോന്നും. ചിലതിൽ തൊട്ട് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ചിലതിൽ കലക്കുമ്പോൾ എന്ത് ചെയ്യും? ആ പുറമൊക്കെ തണുത്തതുപോലെയൊക്കെ തോന്നും. ഇപ്പം അമോണിയം ക്ലോറൈഡൊക്കെ കലക്കുമ്പോൾ ആ സാധനത്തിനപ്പം തണുപ്പാണ്. അപ്പം അങ്ങനെയുള്ള ലായനികളിൽ താപശോഷകമാണെങ്കിൽ, അതായത് താപം കുറയ്ക്കുകയാണ്, അത് താപം എടുക്കുകയാണെങ്കിൽ ലയത്വം കൂട്ടിക്കൊണ്ടിരിക്കും താപത്തിനനുസരിച്ച്. താപമോചകമാണെങ്കിൽ ലയത്വം കുറയ്ക്കണം. ഇനി ഒരു വാതകത്തിൻ്റെ ദ്രാവകത്തിലുള്ള ലയത്വം, അതായത് മർദ്ദത്തിൻ്റെ സ്വാധീനം. ഖരപദാർത്ഥത്തിന് ദ്രാവകത്തിലുള്ള ലയത്വത്തിൽ മർദ്ദം കാര്യമായ സ്വാധീനം ഇല്ല. അതായത് ഖരപദാർത്ഥം ദ്രാവകത്തിലിട്ടാണ് ലയിപ്പിക്കണമെങ്കിൽ അവിടെ മർദ്ദം കൂട്ടിയതുകൊണ്ട് ഒരു എഫക്റ്റും ഉണ്ടാവാൻ പോണില്ല. പക്ഷെ ഖരദ്രാവക അവസ്ഥകൾ ഒട്ടും ചുരുങ്ങാത്തവയായതിനാൽ പ്രായോഗികമായി മർദ്ദവ്യതിയാനം അവയെ സ്വാധീനിക്കുന്നത്. നേരത്തെ പറഞ്ഞ ആ കേസാണ്. മോളിക്കുലാർ പാർട്ടുകളുണ്ടല്ലോ, അവിടെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഖരത്തിലും ദ്രാവത്തിലും കുറെ കൂടെ അടിഞ്ഞല്ലേ വാതകം അപേക്ഷിച്ച്. അപ്പോൾ അത് പ്രഷർ കൊടുത്തെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കില്ലല്ലോ. ഇനി ഓക്സിജൻ കുറഞ്ഞ അളവിൽ മാത്രമാണ് ജലത്തിൽ ലയിക്കുന്നത്. ഓക്സിജൻ വളരെ കുറഞ്ഞ അളവിൽ എന്ത് ചെയ്യുള്ളൂ? ജലത്തിൽ ലയിക്കുകയുള്ളൂ. ഇതിനെ ലയിച്ചു ചേർന്ന ഓക്സിജൻ എന്നാണ് നമ്മൾ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞ്, ജലത്തിൽ ഓക്സിജൻ ലയിച്ചതാണ് ജലത്തിലുള്ള ജീവികൾക്ക് ഓക്സിജൻ കിട്ടാൻ കാരണം അവിടുത്തെ പ്ലാന്റ് ഒക്കെ വളരുന്നതെന്നൊക്കെ. അപ്പോൾ ആ പ്ലാന്റ് അത് ഓക്സിജൻ ജലത്തിൽ ലയിച്ചിരിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഒരു പരിധി കൂടുതൽ എന്ത് ചെയ്യൂല? ഓക്സിജൻ ജലത്തിൽ ലയിക്കൂല. അത് ജലത്തിൽ ഓക്സിജൻ മിക്സ് ആയിരിക്കുന്നതാണ്. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് കൊണ്ട് തട്ടുമ്പോൾ എന്ത് ചെയ്യും? ഈ ഓക്സിജൻ അളവ് കുറഞ്ഞു വരും. ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകം ജലത്തിൽ കൂടുതലായി എന്ത് ചെയ്യും? ലയിക്കും. ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകം, HCl വാതകം ജലത്തിൽ കൂടുതലായിട്ട് ലയിക്കും. മർദ്ദം കൂടുന്നതിനനുസരിച്ച് വാതക ലയത്വം എന്തും ചെയ്യും? കൂടും. മർദ്ദം കൂടുതൽ കൊടുത്താൽ ഇതിനെ കൂടുതൽ എന്ത് ചെയ്യാം? ലയിച്ചെടുക്കാൻ പറ്റും. ആദ്യമായി വാതകത്തിൻ്റെ മർദ്ദവും ലായകത്തിൻ്റെ ലയത്വവും തമ്മിലുള്ള ഒരു ബന്ധം കണ്ടുപിടിച്ച ആരാണ്? ഹെൻറിയാണ്. ഹെൻറി എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റാണ്. ഹെൻറി നിയമം എന്ന് പറയുന്നത് ഒരു സ്ഥിര താപനിലയിൽ, ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഈ ലയത്വം ഉണ്ടല്ലോ, അലിയുന്ന സോളിബിലിറ്റിയും മർദ്ദവും തമ്മിൽ എന്താണ്? നേരനുപാതത്തിലായിരിക്കും. എന്താണ്? ഒരു സ്ഥിര താപനിലയിൽ വാതകത്തിൻ്റെ ലയത്വവും പ്രഷറും മർദ്ദവും നേരനുപാതം. പ്രഷർ കൂട്ടിയാൽ ലയത്വം കൂടും, ലയത്വം കൂട്ടിയാൽ പ്രഷർ. അങ്ങനെ. അടുത്ത താപനിലയുടെ സ്വാധീനം. താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് വാതകങ്ങൾക്ക് ദ്രാവകത്തിലുള്ള ലയത്വം കുറയുകയാണ് ചെയ്യണത് കേട്ടോ. താപനില വർദ്ധിക്കുന്നതനുസരിച്ച് വാതകങ്ങൾക്ക് ദ്രാവകങ്ങളിലുള്ള ലയത്വം, അതായത് ഇപ്പോൾ ഞാൻ സോഡ ഉണ്ടാക്കുകയാണ്. സോഡ എന്താണ്? ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ ചൂട് കൂട്ടിയിട്ടാണ് ഇത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യില്ല? കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ചേ മിക്സ് ആവുകയുള്ളൂ. ലയിച്ചു കഴിഞ്ഞാൽ വാതക തന്മാത്രകൾ കാണപ്പെടുന്നത് എപ്പോഴും എന്തായിരിക്കും? ദ്രാവക അവസ്ഥയിലായിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? താപം അവിടെ ഏൽക്കാതെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലായനികൾ. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പോർഷനാണ്. അപ്പം 1, 2, 3 പ്രാവശ്യം കേട്ട് നോക്കുക.